കാരണങ്ങൾ ഈ ലോകത്തുണ്ടായിരുന്നു എന്നതാണ്. അത് ഈ ലോകത്ത് ആദം നബി അലൈഹി സ്വലാം മുതൽ ഇന്നേ വരെ ജീവിച്ചതും ഇനി ജീവിക്കാൻ പോകുന്നതുമായ ഒരു മനുഷ്യരിലും ഉള്ളതല്ല. അത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മാത്രം അർപ്പിച്ചിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇങ്ങനെ ഒരു മനുഷ്യൻ വരുമെന്നും പ്രവാചകൻ വരുമെന്നും ആ പ്രവാചകന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കുമെന്നും ഇന്ന പ്രത്യേകതകളൊക്കെ ആ മനുഷ്യൻ ഉണ്ടായിരിക്കുമെന്ന് കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ മുമ്പിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്. മഹാത്മാഗാന്ധി ജീവിച്ചിട്ടുണ്ട്, സ്വാമി വിവേകാനന്ദ ജീവിച്ചിട്ടുണ്ട്, എബ്രഹാം ലിങ്കൻ ജീവിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഇവരെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒരുപാട് മഹാന്മാരുണ്ട്, ജീവിച്ചിട്ടുണ്ട്. അവരെയൊന്നും ജന്മത്തിന് മുമ്പ് അവരെ കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ ജന്മത്തിന് മുമ്പ് തന്നെ, പ്രസവിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാകുമെന്നും അവിടുത്തെ പേര് മുഹമ്മദ് ആയിരിക്കുമെന്നും പ്രവാചകത്വം ലഭിക്കുമെന്നും എന്ന രൂപത്തിൽ ജീവിക്കുമെന്നും അതിനുശേഷം ഒരു പ്രവാചകൻ വരില്ല എന്നും കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ആ രൂപത്തിൽ മദഹിന് ഉതകുന്ന രൂപത്തിൽ ജീവിതം ക്രമീകരിച്ചിട്ടുള്ളതുമായ ഒരു വ്യക്തിത്വമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കൂടുതൽ ഞാനൊന്നും സംസാരിക്കുന്നില്ല. ഇനി വരുന്ന മുതഅല്ലിമീങ്ങൾ, നമ്മുടെ നേതാക്കന്മാർക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മിലേക്ക് ഓർമ്മിപ്പിക്കും. അല്ലാഹു തആല അതൊക്കെ കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ സദസ്സിൽ എന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്നതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധമായ ഖുർആൻ വാക്യത്തിൽ ഈ യോഗം, ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർവഹിക്കുന്നു. എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാ